പരിശുദ്ധമായൊരു വെള്ളിയാഴ്ച പകലിലാണ് നാം ഉള്ളത് അല്ലേ? ഈ വെള്ളിയാഴ്ച പകലിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വപ്നത്തിലൂടെ മഹാന്മാർക്ക് ഇൽഹാമായി അറിയിച്ചു കൊടുത്ത 60 വർഷം ദുആ ചെയ്തു, പടച്ചവനെ എനിക്ക് നീ ഏറ്റവും നല്ല അഫ്ളലായ ഒരു സ്വലാത്ത് പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹ് പഠിപ്പിച്ചു കൊടുത്ത അത്ഭുതകരമായ ഒരു സ്വലാത്ത്, സ്വർഗത്തിന്റെ കവാടങ്ങൾ നിനക്ക് വേണ്ടി തുറന്നിടുമെന്ന് അള്ളാഹിന്റെ റസൂല് പറഞ്ഞ അത്ഭുതത്തിന്റെ സ്വലാത്ത്. ഇത് ചൊല്ലുന്നവൻ, പതിവാക്കുന്നവൻ ഈമാനോട് കൂടിയല്ലാതെ മരണപ്പെടുകയില്ല എന്ന് പറഞ്ഞ, ഒരാളുടെ മുന്നിലും പോയി തലകുനിക്കേണ്ട അവസ്ഥ വരില്ല എന്ന് പറഞ്ഞ, അള്ളാഹു ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് അവനെ കൈപിടിച്ചുയർത്തുന്ന അത്ഭുതത്തിന്റെ സ്വലാത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അള്ളാഹു പഠിക്കാനും പകർത്താനും പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് നസീബാക്കി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഒരു പരിശുദ്ധവും പരിപാവനവുമായ ഒരു വെള്ളിയാഴ്ച പകൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ അള്ളാഹു ഭാഗ്യം തന്നു. ആ ഭാഗ്യം അള്ളാഹുവിനാണ് സർവസ്തുതി. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. എല്ലാവരും ഹംദ് പറഞ്ഞ് ഖൽബിൽ തട്ടി ഹംദ് പറയും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ മുഹബ്ബീങ്ങളെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു സ്വലാത്തിനെ പറ്റിയാണ്. വെള്ളിയാഴ്ച, എല്ലാ വെള്ളിയാഴ്ചകളിലും ഒരേ സ്വലാത്തുകൾ നമ്മൾ പരിചയപ്പെടുകയും പഠിക്കുകയും അത് ചൊല്ലുകയും അതുപോലെ വെള്ളിയാഴ്ച ശ്രദ്ധിക്കാനുള്ള ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയൊക്കെ ചെയ്യും. ഇൻഷാ അല്ലാഹ് ഇന്നും അതുപോലെ ഒരു സ്വലാത്താണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അള്ളാഹു സ്വലാത്ത് ചൊല്ലി മദീനയിലേക്ക് നമ്മുടെ ഹൃദയം അടുക്കാൻ വലിയ തൗഫീഖ് അല്ലാഹു നസീബാക്കി തന്നിരിക്കുമാറാകട്ടെ. ഈ സ്വലാത്ത് ചൊല്ലുന്നത് തന്നെ മുത്തനബി തങ്ങളുടെ വല്ലാത്ത അനുരാഗം കൊണ്ടാണ്. ആ സ്വലാത്ത് നമുക്ക് തരുന്ന നേട്ടങ്ങൾ ഒട്ടനവധിയാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയ പാപികളാണ് നമ്മൾ. അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ചെയ്തു പോയ നന്മകൾ, തിന്മകളെല്ലാം തൂക്കി നോക്കും. നന്മകളുടെ കണക്ക് നോക്കിയിട്ട് നമ്മൾ ആരെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടോ, നമ്മൾ ആരുടെയൊക്കെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ, നമ്മൾ ആരെയെല്ലാം വേദനിപ്പിച്ചിട്ടുണ്ടോ, അവർക്കെല്ലാം നമ്മുടെ നന്മകൾ ഇങ്ങനെ അള്ളാഹു വീതിച്ചു കൊടുക്കും. ഒന്നുമില്ലാത്തവരായി, മുഫിലിസായി, പാപ്പരായി നമ്മൾ മാറിപ്പോകുന്ന അവസ്ഥ നാളെ റബ്ബിന്റെ കോടതികൾ കടന്നു വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ചില ആളുകളുടെ കയ്യിൽ ഒരു പെട്ടി ഉണ്ടാകും, ഒരു ബോക്സ് ഉണ്ടാകും. ആ പെട്ടി അള്ളാഹു തുറന്നിട്ട് അതിന്റെ നന്മകൾ വേറെ ഒരാൾക്കും വീതിച്ചു കൊടുക്കൂലെന്നാണ്. അതെന്താണ്? അത് മുത്തനബി തങ്ങളുടെ പേരിലുള്ള സ്വലാത്തിന്റെ അമലുകളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രമാത്രം ഒരാൾക്കും വീതിച്ചു കൊടുക്കാത്ത, ആര് കണ്ടാലും, അതായത് ഒരാൾ നിസ്കരിക്കാണ്, മറ്റുള്ളവരെ കാണാൻ വേണ്ടി നിസ്കരിച്ചു, ആ നിസ്കാരം അള്ളാഹു സ്വീകരിക്കൂല. ഇനി മറ്റുള്ളവരെ കാണാൻ വേണ്ടി ഒരാൾ സ്വലാത്ത് ചൊല്ലുകയാണ്, അതിന് കൂലിയുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമാത്രം സ്വലാത്തിന് മഹത്വമുണ്ട്. അത്ര ആ സ്വലാത്തുകൾപ്പെട്ട ഒരു സ്വലാത്തിന്റെ രാജാവിനെ പറ്റി, നേതാവിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത് കിട്ടുന്ന നേട്ടം, ഇത് അള്ളാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തിയ സ്വർഗത്തിന്റെ താക്കോലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വലാത്ത് സ്വർഗത്തിന്റെ താക്കോലാണ്. ഏതൊരു വാതിലും ഏതൊരു വീട്ടിലേക്ക് പ്രവേശിക്കണമെങ്കിലും എന്തുണ്ടാകണം? ഒരു ഡോർ ഉണ്ടാകണം. എന്നാൽ സ്വർഗത്തിന്റെ കവാടമാണ് ഈ സ്വലാത്ത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ നേട്ടം കേട്ടു. ഞാൻ വേഗം പറഞ്ഞു പോവാണ്. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്നാണ് നമ്മുടെ ആശയം. നീട്ടിപ്പരത്തി പറയുന്നില്ല. അതുകൊണ്ട് വേഗം നമ്മുടെ ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. രണ്ടാമത്തെ നേട്ടം മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു. ചില ഉമ്മമാര് നമ്മുടെ ഈ ചാനലിന്റെ കമന്റ് നോക്കി, ഉസ്താദെ കള്ള് കുടിക്കുന്ന ഭർത്താവ് കള്ളുകൂടിയുണ്ട്, മക്കള് കള്ളുകൂടിയാണ്, അങ്ങനെ ചില ആളുകൾക്ക് ദുശീലങ്ങളുണ്ട്. ചിലപ്പോൾ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് സംഭവിച്ചു പോകുന്നതാകാം. കള്ള് നിരന്തരമായി കുടിക്കുന്നവർ, പലിശ തിന്നുന്നവർ, ലോട്ടറി എടുക്കുന്നവർ, പറഞ്ഞു മടുത്തുസ്താവെ കേൾക്കണില്ല, അങ്ങനെ ദുശീലത്തിൽപ്പെട്ട് സങ്കടത്തിൽ കഴിയുന്നവർക്ക് മാറണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ, മാറ്റിയെടുക്കണമെന്ന് ആഗ്രഹമാണോ, ആ നീയത്തിൽ ഈ സ്വലാത്ത് ദിവസവും 100 വട്ടം ചൊല്ലിയാൽ ഏത് ദുശീലവും അള്ളാഹു മാറ്റി കൊണ്ടുവരുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ഏതുമാകട്ടെ, ഭർത്താവ് കള്ളുകുടിക്കുന്നു, ഉമ്മ ഇത് പതിവാക്കിക്കോ. ആ മനുഷ്യനെ മാറാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ആ മനുഷ്യനെ കൊണ്ട് നിങ്ങൾ ചൊല്ലിച്ചോ, ഉറപ്പായും മാറ്റമുണ്ടാകുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു. മൂന്നാമത്തെ നേട്ടം, സിഹിർ, കണ്ണേറ്, വിളിദോഷം, പ്രാക്ക്, ഇതൊന്നും നമുക്ക് കേൾക്കൂല. ഒരു ആന്റി വൈറസാണ്, ഒരു കോട്ടിങ് നമുക്ക് ഉണ്ടാകും. നമുക്കറിയാം, സിഹിർ ചിലപ്പോൾ നമുക്കാരും ചെയ്തു കൊള്ളണമെന്നില്ല. പക്ഷെ കണ്ണേർ അങ്ങനെയല്ല. ചില നാവുകൾക്ക് വല്ലാത്ത അസറാണ്. നമ്മളിങ്ങനെ വീട്ടിലിരിക്കുകയാണ്, അപ്പൊ അങ്ങനെ വീടിന്റെ സിറ്റ് ഔട്ട് ഇരിക്കും, നല്ലൊരു പുതിയ വീടാണ്, അപ്പൊ വഴിയിലൂടെ ഒരാൾ പോവാണ്, അപ്പൊ ചോദിക്കണം, എന്ത് നല്ല വീടാ, തീർന്നില്ലേ? മാവിൽ ഇങ്ങനെ മാങ്ങ പിടിച്ച് നിൽക്കാണ്, ചക്ക ഇങ്ങനെ പിടിച്ച് നിൽക്കാണ്. ആ സമയത്ത് ഒരാൾ ചോദിക്കണം, ഇല ഏത് മാങ്ങ ഏതെന്ന് അറിയാതെ എന്താപ്പ ഈ മാങ്ങ ഇങ്ങനെ പിടിച്ചേ, മാവിന് വല്ല തലവേദന പിടിച്ചോ അപ്പ എന്ന് പറഞ്ഞു. ഒരു വാഴക്കൊല നിൽക്കാണ്, വല്ലാത്ത വാഴക്കൊല, തീർന്നു. ചില നാവുകൾക്ക് അങ്ങനെയുണ്ട്. ഇതൊന്നും ഈ സ്വലാത്ത് പതിവാക്കുന്നവർക്ക് ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഇടങ്ങേറും വരില്ല എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു. നാലാമത്തെ നേട്ടം,
നേട്ടം ശാരീരികമായ, മാനസികമായ, സാമ്പത്തികമായ എന്തൊക്കെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടോ അതെല്ലാം അള്ളാഹു മാറ്റിത്തരും. മാനസികമായി ടെൻഷനാണ്, ഡിപ്രഷനാണ്, അള്ളാഹ് മാറ്റിത്തരും. കടമാണ്, ബുദ്ധിമുട്ടാണ്, അള്ളാഹ് മാറ്റിത്തരും. ശാരീരിക എപ്പോഴും വേദനയാണ്, മുട്ടുവേദന, നടുവേദന, തലവേദന, മൈഗ്രെയിൻ തുടങ്ങിയുള്ള രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ ഈ സ്വലാത്ത് എല്ലാ ദിവസവും ഒരു 101 വട്ടം പതിവാക്കിക്കോളി. അള്ളാഹു നിങ്ങൾക്ക് ശിവ തരുമെന്നാണ്. അഞ്ചാമത്തെ നേട്ടം, മരിക്കുന്നതുവരെ ഒരു പള്ളിയുടെ മുന്നിലും വെള്ളിയാഴ്ച പോയി തുണി വിരിച്ചു നിന്ന് പിരിക്കേണ്ടി വരൂല. ഒരു കത്തും വാങ്ങിക്കൊണ്ട് മഹല്ലുകൾ കയറിയിറങ്ങേണ്ടി വരൂല. ഒരു പണക്കാരന്റെ മുന്നിലും പോയി ഓച്ചാനിച്ച് നിൽക്കേണ്ടി വരൂല. ആരുടെ മുന്നിലും തലകുനിച്ച് യാചിക്കേണ്ട അവസ്ഥ നിനക്ക് തരില്ല. ദാരിദ്ര്യം കൊണ്ട് നിന്നെ പരീക്ഷിക്കില്ല എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു. സമ്പത്ത് അല്ലാഹു അറിയാത്ത മാർഗത്തിലൂടെ നിനക്ക് ഇട്ടുതരും. ഒരിക്കലും ദാരിദ്ര്യം നിനക്ക് തരൂല. അതുപോലെ ആറാമത്തത് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു, ഈ ഒരു സ്വലാത്ത് കൽബിൽ തട്ടി നമ്മൾ ചൊല്ലിയാൽ, വെറുതെ ചൊല്ലലല്ല, മനസ്സറിഞ്ഞ് വല്ലാതെ ഇഖ്ലാസോടുകൂടി നിങ്ങൾ ചൊല്ലിയാൽ, മഹാനായ അബുൽ അബ്ബാസ് ദീജാനി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തിയ സ്വലാത്താണ്. ഉറപ്പായും ഒരു ഖത്തം ഓതിയ കൂലിയുണ്ടെന്ന് മഹാരഥന്മാർ. സുബ്ഹാനല്ലാഹ്. എന്ന് കരുതി ഖത്തം ഓതാൻ അറിയാവുന്നവർ ഇനി തൊട്ട് ഖത്തം ഓതാണ്ട, ഈ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ മതിയല്ലോ എന്ന് ചിന്തിക്കണ്ട. ഖുർആൻ ഓതാൻ അറിയില്ല, ഉസ്താദെ പഠിക്കാൻ കഴിഞ്ഞില്ല, ഖുർആനെ കുറിച്ച് ഓർക്കുമ്പോൾ, ഖുർആൻ ഓതാൻ ആഗ്രഹിക്കുമ്പോൾ ഞങ്ങൾക്ക് കഴിയണില്ല, ഇനി പഠിക്കാനും പറ്റണില്ല, കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു, മനസ്സിലൊന്നും കയറണില്ല, വിഷമിക്കണ്ട ഉമ്മ, പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കും. അതോടൊപ്പം ഈ സ്വലാത്ത് പതിവാക്കിക്കോളി. ഖത്തമിന്റെ കൂലി അല്ലാഹ് തരുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു. അതുപോലെ ഏഴാമത്തെ നേട്ടം, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വപ്നത്തിൽ കാണുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം, അല്ലേ? ഏതൊരു മനുഷ്യന്റെയും മനസ്സാഗ്രഹിക്ക, പടച്ചവനെ മദീനയൊന്ന് കാണണം, മുത്ത് ഹബീബിനെ ഒന്ന് കാണണം ഉറക്കിൽ, അല്ലേ? എന്നാൽ ഈ സ്വലാത്ത് പതിവാക്കുന്നവർ ഉണർവിലും നബിതങ്ങളെ കാണാം. മുത്ത് നബിതങ്ങളെ കാണാൻ കിട്ടിയാൽ, ഇന്ന് വെള്ളിയാഴ്ച പകൽ, ഇന്നലെ നമ്മൾ അൽഹംദുലില്ലാ 1000 സ്വലാത്തുൽ ഫാത്തിമിയ നമ്മൾ ഈ മജ്ലിസിലൂടെ ചൊല്ലിയവരാണ്. എല്ലാ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ 1000, 113, 350, 150, 313 ഒക്കെ നമ്മൾ ചൊല്ലുന്നവരാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മുത്ത് നബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, വല്ലാത്ത അഭിലാഷമാണ്. മണിമുത്ത് നൂറൊളിവേ മദ്ഹോദി ഞാൻ നിലാവേ, മാനസം ത്വയ്ബാവിൽ ചേർത്തിവൻ പാടി നേതാവേ, എന്നെ മാദിഹ്യങ്ങളിൽ ചേർത്തിടാനായി സ്നേഹരാജാവേ, തിങ്കളെ ഞാൻ കണ്ടതില്ല, തങ്കമുഖമാൽ വന്നതില്ല, തങ്ങളെ ഞാനെന്ന് കാണും കാലമറിയില്ല, എന്നിലെ മോഹം മാത്രം തീർത്തിടാനായി ഏറെ ശിഫയില്ല. അല്ലാഹുവേ, മദീനയുടെ മന്ദമാരുതൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണൽ നമുക്ക് വലിയ ആഗ്രഹമാണല്ലോ, നമ്മുടെ വലിയ അഭിലാഷമാണല്ലോ. മദീനയിൽ ഒന്ന് പോകാൻ കൊതിക്കുന്നവരെ അല്ലാഹുവേ, മഹാരഥന്മാര് പറയാണ്, ഈ സ്വലാത്ത് നിങ്ങൾ പതിവാക്കി ചൊല്ലി ചൊല്ലി കൽബിലേക്ക് ഇറങ്ങിയ, നിങ്ങളുടെ നാവിലതൊന്ന് തറമായ, നബിതങ്ങൾ ഉറക്കത്തിൽ മാത്രമല്ല ഉണർവിലും കടന്നു വരുമെന്ന് മഹാരഥന്മാർ. സുബ്ഹാനല്ലാഹ്. അത്രയും പവർഫുൾ, ഉണർവിലും കാണാൻ കഴിയും. അതുപോലെ എട്ടാമത്തത്, നമ്മളൊരാൾ മരണപ്പെട്ടു പോയി, നമ്മുടെ ഉമ്മ മരിച്ചു, വാപ്പ മരിച്ചു, അങ്ങനെ ആരെങ്കിലും മരണപ്പെട്ടവർക്ക് ഹദിയ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല സ്വലാത്തുകളിൽ ഒന്ന് ഈ സ്വലാത്താണ്. അതുപോലെ 9ാമത് പറയുന്നു, ഇത് പതിവാക്കുന്നവർക്ക് ഖബറിലെ ശിക്ഷയില്ല, ഖബറിന്റെ അദാബുകളെ തൊട്ട് അല്ലാഹു രക്ഷപ്പെടുത്തുമെന്നാണ്. 10ാമത്തത് നബിതങ്ങൾ പറയാണ്, മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു, മഹാനായ മുഹമ്മദ് ബിൻ ബക്കരി റളിയല്ലാഹു തആല അൻഹു 60 കൊല്ലം റബ്ബിനോട് ദുആ ചെയ്തു. ഇബാദത്ത് കൊണ്ട് ജീവിതം ധന്യമാക്കിയ മഹാനായ മുഹമ്മദ് ബിൻ ബക്കരി തങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തു, പടച്ചോനെ 60 കൊല്ലത്ത് ദ്വാരക്കാണ്, പടച്ചോനെ എനിക്കൊരു നല്ല ദിക്ർ, നല്ലൊരു സ്വലാത്തിനെ നീ കാണിച്ചു തരണം. മഹാനായ മുഹമ്മദ് ബിൻ ബക്കരി റളിയല്ലാഹു തആല അൻഹു സ്വലാത്ത് ഇങ്ങനെ പതിവാക്കാൻ, ആ സ്വലാത്ത് മാറ്റാൻ വേണ്ടി നോക്കിയപ്പോഴും അല്ലാഹ് അറിയിച്ചു കൊടുത്തു, വേണ്ട, ഇത് നീ പതിവാക്കിക്കോ എന്ന് പറഞ്ഞു കൊടുത്ത അത്ഭുതത്തിന്റെ സ്വലാത്ത്. അതുപോലെ 11ാമത് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു, ഒരാടെ മുന്നിലും അഭിമാനത്തിന് ക്ഷതം വരൂല. ഈ 11 നേട്ടങ്ങൾ അല്ലാഹ് തരണം. ഈ 11 അല്ല കേട്ടോ, ഒരുപാടുണ്ട്. ഞാൻ പ്രധാനപ്പെട്ട നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട പറഞ്ഞു എന്ന് മാത്രം. ഈ 11 നേട്ടങ്ങൾ അല്ലാഹു നമുക്ക് തരുന്ന അത്ഭുതത്തിന്റെ സ്വലാത്ത് ഏതാണെന്നല്ലേ? സ്വലാത്തുൽ ഫാത്തിഹ. അല്ലാഹ്, ഇതിനാണ് ആ മൊയ്ലിയാരെ നിങ്ങൾ ഇങ്ങനെ വലിച്ചു നീട്ടിയത്? സ്വലാത്തുൽ ഫാത്തിഹ നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ? ഇന്ന് എത്ര പേര് ചൊല്ലി? ഒന്ന് കമന്റ് ചെയ്തേ. ഇന്ന് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിയവരൊന്ന് കമന്റ് ചെയ്തേ, അല്ലെങ്കിൽ ഇന്നലെ ഒന്ന് ചൊല്ലിയവർ കമന്റ്
കമന്റ് ചെയ്തേ, ഞാൻ ഇത്ര എണ്ണം ചൊല്ലി. നല്ല നേട്ടമല്ലേ? അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമുക്കറിയാം നമ്മൾ ചൊല്ലൂല. ഏതാണ് സ്വലാത്തുൽ ഫാത്തിഹ്? അതാണ് സ്ക്രീനിൽ കാണുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അലീം. ഒന്നുകൂടി ചൊല്ലിക്കോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അലീം. അത്ഭുതത്തിന്റെ സ്വലാത്ത്. ഈ സ്വലാത്ത് നമ്മൾ മുറുകെ പിടിച്ചോളി. നമുക്കൊക്കെ അറിയാം, പക്ഷെ നമ്മൾ ചൊല്ലുന്നില്ല. ആവശ്യം വരെ മാത്രം ചൊല്ലിയാൽ പോരാ. എല്ലാ ദിവസവും ഒരു 101 പതിവാക്കിക്കോളി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. ഈ സ്വലാത്ത് പതിവാക്കുന്നവർക്ക് ഉന്നതமான വിജയം, സ്വർഗ്ഗം ഉറപ്പുന്ന അള്ളാഹു ഭാഗ്യം തരട്ടെ. അതോടൊപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ്. സൂറത്തുൽ കഹ്ഫ് ഓതിയ? സൂറത്തുൽ കഹ്ഫ് ഓതണം. ഇന്ന് ജുമുഅയ്ക്ക് മുമ്പ് സൂറത്തുൽ കഹ്ഫ് ഓതിയിരിക്കണം ഇൻഷാ അല്ലാഹ്. സൂറത്തുൽ കഹ്ഫ് ഓതുക. അതുപോലെ വെള്ളിയാഴ്ച നേരത്തെ പുരുഷന്മാർ സഹോദരങ്ങൾ പള്ളിയിലേക്ക് പോകണം. ഉമ്മമാരെ തെക്കൊക്കെ മാറ്റി എല്ലാ ദിവസവും പറയുന്നുണ്ട്, വേഗം പറഞ്ഞു പോണത്. വേഗം നിസ്കാരം കുളിയൊക്കെ കഴിഞ്ഞ് ജുമുഅയുടെ സുന്നത്ത് കുളിയെ കുളിക്കുന്നു എന്ന് വേണം നിയത്ത് വെക്കാൻ. ഉപ്പമാര് സഹോദരങ്ങൾ സഹോദരിമാരും ആ നിയത്തോടെ കുളിച്ച് നേരത്തെ പള്ളി വീടിനകത്ത് മുസല്ല വിരിച്ച് അതിനകത്തിരുന്ന് തസ്ബീഹും തഹ്ലീലും ഇസ്തിഗ്ഫാറൊക്കെ ചൊല്ലുക. നിസ്കാരത്തെ ബാങ്കിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാവുക. വലിയ പ്രതിഫലമുണ്ട്. അതോടൊപ്പം പുരുഷന്മാർ ഖബർ സിയാറത്ത് ചെയ്യുക, ബന്ധുവീടുകൾ സന്ദർശിക്കുക, രോഗസന്ദർശനം നടത്തുക, പാവപ്പെട്ടവർക്ക് സ്വതക്ക കൊടുക്കുക. ഇതെല്ലാം നല്ല കാര്യങ്ങൾപ്പെട്ടതാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പുതിയൊരു അറിവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. വെള്ളിയാഴ്ച എല്ലാ ദിവസവും പറഞ്ഞത് കൊണ്ടാണ് നഖം മുറിക്കാൻ മറക്കണ്ട, സുഗന്ധം പൂശാൻ മറക്കണ്ട, നല്ല നല്ല സൂറത്ത് നല്ല അമലുകൾ ചെയ്യുക, ഖുർആൻ ഓതുക, സൂറത്ത് ഓതുക, ആയത്തുകൾ പതിവാക്കുക. ഇതൊക്കെ ചെയ്യുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വിശദീകരിക്കുന്നില്ല. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്നാണ് നമ്മുടെ ആശയം. അള്ളാഹു ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്ന അറിവുകളാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. അതോടൊപ്പം വൈകുന്നേരം ഒരു ദിക്ർ ദുആ മജ്ലിസ് ഉണ്ട്. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്നൊരു ആത്മീയ മജ്ലിസ് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ബദറിൻ തീരം ലൈവ് എന്ന ചാനലിലൂടെയാണ് നടക്കുക. മഹാന്മാരുടെ ചരിത്രം പാടി പറയുന്ന ഒരു മജ്ലിസാണ്. അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറും തിബ്ബുസ് സ്വലാത്തും ഹദ്ദാദ് റാത്തീബൊക്കെയായി ആയിരങ്ങൾ സംഗമിക്കുന്ന പ്രാർത്ഥനാ സദസ്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.